ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശ ശതകം, മന്ത്രം 41. ഇതു കുടമെന്നതിലാദ്യമാമിതെന്നുള്ളതു വിഷമാ കുടമോ വിശേഷമാകും മതിമുതലായ മഹേന്ദ്രജാലമുണ്ടാവതിനിതുതാൻ കരുവെന്നു കണ്ടിടേണം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം, മന്ത്രം 41. ഇത് കുടമാകുന്നു എന്ന അറിവിന്റെ കാര്യത്തിൽ അതിൽ ആദ്യം വരുന്ന ഇത് എന്ന അറിവ് വിഷമയായ അന്യയാണ്. കുടമെന്ന അറിവാകട്ടെ അതിൻ്റെ ഉൾപ്പിരിവായ വിശേഷമാണ്. ബുദ്ധി തുടങ്ങിയുള്ള അത്ഭുത പ്രതിഭാസങ്ങൾ പ്രതീതമാകുന്നതിന് ഇവിടെ പറഞ്ഞ ഇത് എന്ന അന്യയായ അറിവാണ് കാരണമായിരിക്കുന്നത് എന്ന് കണ്ടുകൊള്ളണം. നമ്മളെ പലതായി കാണുന്നതിലും ലോകത്തെ പലതായി കാണുന്നതിലും വ്യാപരിക്കുന്നതാകട്ടെ ഒരേ അറിവിൻ്റെ തന്നെ അന്യ എന്ന ശക്തിയാണ്. ആ ശക്തി ഒരു വശത്ത് ഇത് മനസ്സ്, ഇത് ബുദ്ധി, ഇത് അഹങ്കാരം, ഇത് കണ്ണ്, ഇത് കാത്, ഇത് കൈ, ഇത് കാല് എന്നിങ്ങനെ നമ്മളെ തന്നെ പലതും ചേർത്തതാക്കി തീർക്കുന്നു. മറുവശത്ത് ഇത് കുടം, ഇത് പടം എന്നിങ്ങനെ ലോകത്തെയും പലത് ചേർന്നതാക്കി തീർക്കുന്നു. ഇങ്ങനെ കാണുന്നവന്റെ വശത്തും കാണപ്പെടുന്നതിൻ്റെ വശത്തും എണ്ണിയാലൊടുങ്ങാത്ത നാനാത്വങ്ങളെ ഉള്ളതുപോലെ അനുഭവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അത്ഭുത ശക്തി ഉള്ളതാണ് അന്യ അഥവാ വിഷമ എന്ന അറിവിലെ സാമാന്യമായിരിക്കുന്ന ഇത് എന്നത്. ഇതിനെയാണ് നമുക്ക് ജയിക്കേണ്ടത്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.